വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിതയ്ക്ക് ഒരടി കൊടുത്ത ശേഷം വേണ്ട വേണ്ടാന്ന് വയ്ക്കുമ്പോൾ നീ അങ്ങ് പറഞ്ഞു കയറുന്നോടിയെന്ന് പറഞ്ഞ് വീണ്ടും സുസ്മിതയെ അടിക്കാനായിട്ട് ചെല്ലുകയാണ് വിഷ്ണു. അന്നേരം വിഷ്ണുവേട്ടാ വേണ്ട വേണ്ടാന്നും പറഞ്ഞ് ശാലിനി പിടിച്ചു മാറ്റുന്നുണ്ട്. അന്നേരം സുസ്മിത ആകെ അങ്ങ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. വീണ്ടും ശാലിനി പുറകോട്ട് പിടിക്കുകയാണ് വിഷ്ണുവിനെ. അന്നേരം കരഞ്ഞു ഓടിച്ചെന്ന് സുസ്മിത ഫാമയുടെ അടുത്ത് പറയുന്നുണ്ട്, ദേ ആൻറ്റി കണ്ടില്ലേ, ആൻറ്റിയുടെ മുമ്പിൽ വെച്ചല്ലേ എന്നെ അടിച്ചതെന്ന്. പക്ഷെ ഒരക്ഷരം മിണ്ടാതെ ഫാമ അങ്ങ് റൂമിലേക്ക് പോവുകയാണ്. ഫാമ സുസ്മിതയുടെ പക്ഷം ചേരാതിരുന്നതും അങ്ങ് അകത്തേക്ക് കയറിപ്പോയതും വിഷ്ണു അടിച്ചതുമൊക്കെ രാഘവൻ നായർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. വീണ്ടും ഇവളെ ഞാനെന്നും പറഞ്ഞ് സുസ്മിതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് വിഷ്ണു. വിഷ്ണുവേട്ടാ വാ എന്നും പറഞ്ഞ് അവസാനം ശാലിനി വിഷ്ണുവിനെയും പിടിച്ചുകൊണ്ടങ്ങ് മുകളിലേക്ക് പോവുകയാണ്. അന്നേരം ഫാമ അങ്ങനെ ഒന്നും മിണ്ടാതെ പോയതിൽ ആകെ അങ്ങ് ദേഷ്യപ്പെടുകയാണ് സുസ്മിത. കരഞ്ഞു തന്നെ സുസ്മിത അവിടെ തന്നെ നിൽക്കുകയാണ്. മുകളിലേക്ക് കയറി പോകുമ്പോഴും അവൾ കുറേ ദിവസമായി തുടങ്ങിയിട്ട് അവളെ ഇന്ന് ഞാൻ എന്നൊക്കെ പറഞ്ഞ് കൈയും ചുരുട്ടിക്കൊണ്ട് തിരികെ ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് വിഷ്ണു. പക്ഷേ ഒരുവിധം ശാലിനി വിഷ്ണുവിനെ പിടിച്ചുകൊണ്ടങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് വാ മോളെ പ്രീതി, നമുക്ക് അകത്തേക്ക് പോവാമെന്ന് രാഘവൻ നായർ പ്രീതിയോട് പറയുകയാണ്. അന്നേരം കരഞ്ഞുകൊണ്ട് അങ്കിളേന്ന് വിളിക്കുകയാണ് സുസ്മിത. തുടർന്ന് രാഘവൻ നായർ പറയുകയാണ്, സുസ്മിതയെ പെണ്ണുങ്ങളെ തല്ലാൻ പാടില്ല എന്നുള്ള പക്ഷക്കാരനാണ് ഞാനും. പക്ഷേ വിഷ്ണു നിന്നെ തല്ലിയപ്പോൾ എനിക്കത് തടുക്കാനായിട്ട് തോന്നിയില്ല. കാരണം നീ ഒരു മനുഷ്യജന്മമായിട്ട് എനിക്ക് തോന്നുന്നില്ല. തുടർന്ന് രാഘവൻ നായരെയും കൊണ്ട് അകത്തേക്ക് പോകാൻ നേരം പ്രീതി നിന്ന് മോങ്ങാതെ പോടിയെന്ന് ദേഷ്യപ്പെട്ട് സുസ്മിതയോട് പറയുന്നുണ്ട്. എല്ലാവരും പോയ ശേഷം കണ്ണീര് തുടച്ചുകൊണ്ട് സുസ്മിത കരുതുകയാണ്, വെറുതെ എന്തിനാ കണ്ണീര് വേസ്റ്റ് ആക്കുന്നത്? മകളെ പറഞ്ഞപ്പോൾ സത്യഭാമയ്ക്ക് നൊന്തുവല്ലേ? എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ മകളെക്കുറിച്ചുള്ള ഒരു തീപ്പൊരി ഞാനിട്ടില്ലേ, അതിന് കത്തിക്കൊണ്ടേയിരിക്കും. ഇനി വസുമതി ആൻറ്റി ഒന്ന് ഊതിയാൽ മതി, അതങ്ങ് ആളി കത്തിക്കോളും. പെട്രോൾ പകരാനായിട്ട് ഈ സുസ്മിതയും ഉണ്ട് ഇവിടെ. അങ്ങനെ തൻ്റെ പ്ലാൻ വിജയിച്ചു എന്നുള്ളൊരു മട്ടിലവിടെ തന്നെ നിൽക്കുകയാണ് സുസ്മിതയും. തുടർന്ന് വസുമതിയും അർജുനും കൂടി സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ സിറ്റ് ഔട്ട് നിൽക്കുന്നത് സുസ്മിതയാണ്. അന്നേരം ആര്യത് വസുമതി ആൻറ്റിയോ വരണമെന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട്. അന്നേരം നീ ഇപ്പോഴും ഇവിടെ തന്നെയാണോ നിൽക്കുന്നതെന്ന് വസുമതി ചോദിക്കുകയാണ്. അന്നേരം സുസ്മിത പറയുകയാണ്, അതെ ആൻറ്റി, പഴയ ചില കണക്കുകൾ തീർക്കാനുണ്ട്, പിന്നെ ചില കാഴ്ചകൾ കാണാനും. തുടർന്ന് സുസ്മിത ചോദിക്കുകയാണ്, അല്ല ആൻറ്റിക്കൊരു മകളുണ്ടായിരുന്നല്ലോ ചിത്ര, അവൾ വന്നില്ലേ എന്ന്. അന്നേരം വസുമതി പറയുകയാണ്, എന്തിനാ അവൾ വരുന്നത്? പ്രീതിയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഞങ്ങൾ രണ്ടാളും മാത്രം പോരെ? അന്നേരം ഒന്ന് പുറത്തേക്കൊക്കെ നോക്കിയിട്ട് സുസ്മിത പറയുകയാണ്, അതിന് നിങ്ങൾ രണ്ടാളും മതി, പക്ഷേ സത്യാൻറ്റി ഫാമാൻറ്റി വിളിച്ച ആളുകളാരും വന്നിട്ടില്ലല്ലോ എന്ന്. അന്നേരം വസുമതി ചോദിക്കുകയാണ്, അല്ല മകളെ തിരിച്ചയക്കുന്നത് സത്യഭാമ വലിയ ചടങ്ങായിട്ടാണോ നടത്താൻ പോകുന്നത്? അന്നേരം അർജുനെ നോക്കി സുസ്മിത പറയുകയാണ്, അയക്കുന്നത് വലിയ ചടങ്ങൊന്നുമല്ല, പക്ഷേ അതിന് മുമ്പൊരു ചടങ്ങുണ്ട്, അത് അർജുനേട്ടൻ അറിയാം. അന്നേരം അർജുൻ സുസ്മിതയെന്ന് നോക്കിയിട്ട് വസുമതിയുടെ കയ്യിൽ പിടിക്കുകയാണ്, വാ അമ്മേ നമുക്ക് അകത്തേക്ക് പോകാമെന്ന്. അന്നേരം കൈ തട്ടി മാറ്റിയിട്ട് വസുമതി ചോദിക്കുകയാണ്, നിൽക്കടാ, എന്താ ഒരു ഒളിച്ചുകളി, കാര്യം എന്താണെന്ന് പറ സുസ്മിതയെ. അർജുനേട്ടൻ പ്രീതിയുടെ കാല് പിടിച്ച് നാട്ടുകാരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മാപ്പ് പറയണം, എങ്കിലേ ഫാമ ആൻറ്റി പ്രീതിയെ നിങ്ങളുടെ കൂടെ അയക്കൂ എന്നുള്ളൊരു സത്യഭാമ അന്ന് പറഞ്ഞത് സുസ്മിത വസുമതിയോട് പറയുകയാണ്. അന്നേരം സത്യമാണോടാ ഞാൻ ഈ കേട്ടതെന്ന് വസുമതി ചോദിക്കുന്നുണ്ട്. അമ്മേ അതെന്നും പറഞ്ഞ് അർജുൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും വസുമതി സമ്മതിക്കാതെ നീ വാ അകത്തേക്ക് വാ എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി വസുമതി അകത്തേക്ക് കയറുന്നു. വസുമതിയുടെ ആ പോക്ക് കണ്ടിട്ട് സുസ്മിത മനസ്സിൽ കരുതുകയാണ്, സത്യഭാമേ, നിങ്ങളുടെ മകൻ എനിക്ക് തന്ന അടി നിങ്ങളുടെ മകൾക്ക് ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവുകയാണ്, നിങ്ങളത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് പ്രതികാരത്തോടെ സുസ്മിത പുറത്തു തന്നെ നിൽക്കുകയാണ്. തുടർന്ന് അകത്തേക്ക് ചെന്ന് വസുമതി സത്യഭാമയെന്ന് ഉറക്കെ വിളിച്ചങ്ങ് അലറുകയാണ്. അന്നേരം അമ്മയെ ഞാൻ പറയുന്നതെന്നൊക്കെ അർജുൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നീ എങ്ങോട്ട് മാറി നിൽക്കടാന്ന് പറയുകയാണ് വസുമതി. അതേസമയം മുകളിൽ നിന്നും സത്യഭാമ താഴേക്ക് നോക്കുന്നുണ്ട്. അന്നേരം മുകളിൽ മട്ടുപ്പാവിൽ നിൽക്കാതെ താഴോട്ടിറങ്ങി വരണം സത്യഭാമയെന്ന് വസുമതി പറയുന്നുണ്ട്. ഈ സമയത്ത് രാഘവൻ നായരും ഹാളിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ഇരിക്കണം വസുമതി എന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്. വസുമതി പറയുകയാണ്, ഇരിക്കാം രാഘവൻ നായരെ, പക്ഷേ നിങ്ങളുടെ ഭാര്യ ക്ഷണിച്ച അതിഥികൾ കൂടെ എത്തിക്കോട്ടെ എന്ന്. അന്നേരം ഒന്നും മനസ്സിലാകാതെ ഞാൻ ക്ഷണിച്ച അതിഥികളോ എന്ന് ഫാമ ചോദിക്കുന്നുണ്ട്. അന്നേരം വസുമതി പറയുകയാണ്, അതെ, എൻ്റെ മകൻ നിങ്ങളുടെ മകളുടെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്ന് നിങ്ങൾ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തല്ലോ, അക്കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ സമയത്ത് തന്നെ ശാലിനി പ്രീതിയെയും കൂട്ടി ഹാളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ആകെ ക്ഷമാശീലത്തോട് കൂടി നിൽക്കുകയാണ് ഫാമ. വസുമതി ഞാൻ അത് അപ്പോഴത്തെ എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും കൈ ഉയർത്തി വസുമതി, മതി, ഇനിയൊന്നും പറയണ്ട എന്ന് ഉറക്കെ പറയുകയാണ് വസുമതി. ഈ സമയത്ത് വിഷ്ണു മോളിൽ നിന്ന് താഴേക്കിറങ്ങി അവിടേക്ക് എത്തുകയാണ്.
പഴയതൊക്കെ മറക്കാനും പൊറുക്കാനും തയ്യാറായിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. പക്ഷേ ഈ അപമാനം വസുമതി ഒരിക്കലും പൊറുക്കില്ല എന്ന് പറയുമ്പോൾ വസുമതി ആൻറ്റി എന്നും പറഞ്ഞ് ശാലിനി വസുമതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് മാറി നിൽക്കടി, ഇനി നിൻ്റെ വക്കാലത്ത് ഇവിടെ വേണ്ടാന്നും പറഞ്ഞ് ശാലിനി അങ്ങോട്ട് തള്ളുകയാണ് വസുമതി. തുടർന്ന് വസുമതി ശാലിനിയെ ചൂണ്ടി പറയുകയാണ്, ഇവളൊരുത്തി കാല് പിടിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഇവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഞാനിവിടത്തേക്ക് വന്നത്. പക്ഷേ ഇനി ഞാനതിന് തയ്യാറല്ല എന്ന് വസുമതി പറയുകയാണ്. അന്നേരം ഒന്നും മനസ്സിലായില്ല എന്ന് ഭാമ ചോദിക്കുകയാണ്. മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞിട്ട് വസുമതി പറയുകയാണ്, അർജുനും പ്രീതിയും തമ്മിൽ പിരിഞ്ഞിട്ട് 1 വർഷത്തോളമായി. പക്ഷേ ഇവള് 3 മാസം ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ അത് സ്വീകരിക്കാനായി വന്നവളാണ് ഈ ഞാൻ. തുടർന്ന് എന്താ വസുമതി പറയുന്നതെന്ന് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. അന്നേരം വസുമതി പറയാണ്, ഒരച്ഛൻ്റെ മുഖത്ത് നോക്കി പറയാൻ പാടുണ്ടോ എന്നറിയില്ല, പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, കുഞ്ഞ് എൻ്റെ മകൻ്റേതാണ് എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അന്നേരം ഒന്ന് ആകെ അന്തം വിടുകയാണ് അർജുൻ. പ്രീതിയും അതുപോലെ തന്നെ നിൽക്കുന്നു. എന്നാൽ അത് കേട്ട് ദേഷ്യപ്പെടുന്ന വിഷ്ണു വസുമതിക്ക് നേരെ കൈയും ചുരുട്ടിക്കൊണ്ട് വരികയാണ്. ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം, നിങ്ങൾ ആവശ്യമില്ലാത്തത് സംസാരിച്ചാലുണ്ടല്ലോ എന്നും പറഞ്ഞ് വസുമതിയുടെ നേരെ അടുക്കുന്ന വിഷ്ണുവിനെ ശാലിനി പെട്ടെന്ന് പിടിച്ചു മാറ്റി വിഷ്ണുവേട്ടാ മാറി നിൽക്കെന്നും പറഞ്ഞ് വാതിൽക്കലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അകത്തേക്ക് സുസ്മിതയും വരികയാണ്, ഈ കാഴ്ചകളൊക്കെ കാണാനും കണ്ട് രസിക്കാനുമൊക്കെ. അന്നേരം അടങ്ങി നിൽക്കട ചെക്ക, അനിയത്തിയുടെ കഴുത്തിലെ താലി അറ്റ് വീഴുമ്പോൾ ചോരത്തിളപ്പ് ഒത്തിരിയൊക്കെ ആവാം എന്നൊക്കെ വസുമതി പറയുന്നുണ്ട്. വീണ്ടും വിഷ്ണു വസുമതിയോട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഒരുവിധം അടക്കി നിർത്തുന്നുണ്ട് വിഷ്ണുവിനെ ശാലിനി. ഇതെല്ലാം കൂടി ആകുമ്പോൾ സത്യഭാമയുടെ ഭാവവും മാറുന്നുണ്ട്. രാഘവൻ നായരോട് പറയുകയാണ്, രാഘവേട്ട, ദേ ഈ ചീഞ്ഞ മനസ്സുള്ള ഈ വൃത്തികെട്ട സ്ത്രീയുടെ വീട്ടിലേക്കല്ലേ ഞങ്ങളുടെ മകളെ അയക്കേണ്ടത്? എന്നിട്ട് അർജുനോട് പറയുകയാണ്, അർജുനെ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ക്ഷമിക്കണമെങ്കിൽ നീ പ്രീതിയുടെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്ന്. ആ ഉപാധി ഞാനങ്ങ് പിൻവലിക്കുകയാണ്. പക്ഷേ ഇനി പ്രീതിയെ നിന്റെ കൂടെ അയക്കണമെങ്കിൽ കാല് പിടിക്കേണ്ടത് പ്രീതിയുടെ അല്ല, എൻ്റെയാണ്, ഈ സത്യഭാമയുടെ എന്ന് സത്യഭാമ ഉറച്ചു പറയുകയാണ്. ഭാമ പറഞ്ഞു തീർന്നില്ല. കാല് പിടിക്കേണ്ടയാൾ നീയല്ല, നിന്റെ അമ്മ വസുമതിയെന്ന് വസുമതിക്ക് നേരെ കൈ ചൂണ്ടി സത്യഭാമ പറയുന്നു. ഇത് കേട്ട അരിശം പൂണ്ട് വസുമതി പറയുകയാണ്, അങ്ങനെ കാല് പിടിച്ചും കരഞ്ഞും കെഞ്ചിയുമൊക്കെ കൂടെ കൊണ്ടുപോകേണ്ടത് മുത്തും പൗഴവും ഒന്നുമല്ലല്ലോ ഈ നിൽക്കുന്ന സത്യഭാമയുടെ മകൾ. ചോരയും നീരും മാത്രമുള്ള ഒരു ചണ്ടി മാത്രമാണ് ഈ വയറ് വീർപ്പിച്ചു നിൽക്കുന്ന ഈ പെണ്ണെന്ന് വളരെ ആക്ഷേപത്തോടു കൂടി വസുമതി പറയുകയാണ്. ഇത് കേട്ട് ഛേ എന്നാക്കി മുഖം തിരിക്കുകയാണ് അർജുൻ. വിഷ്ണുവിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ. തുടർന്ന് വസുമതി പറയുകയാണ്, നിങ്ങൾ ഉപാധി മാറ്റിയ സ്ഥിതിക്ക് ഞാനും ഉപാധി മാറ്റുകയാണ്. പ്രീതിയെ ഇനി അർജുൻ സ്വീകരിക്കണമെങ്കിൽ ആ കുഞ്ഞിൻ്റെ DNA ടെസ്റ്റ് നടത്തണം. എല്ലാം കൂടിയാകുമ്പോൾ ആകെ കരഞ്ഞങ്ങ് തളർന്നു നിൽക്കുകയാണ് പ്രീതി. മകളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ എൻ്റെ മകനാണോ എന്ന് എനിക്ക് അറിയണമടി എന്ന് വസുമതി പറഞ്ഞു തീരും മുമ്പേ നിന്നെ ഇന്ന് ഞാൻ കൊല്ലുമടിയെന്നും പറഞ്ഞ് വസുമതിയുടെ കഴുത്തിന് പിടിച്ച് ഞെക്കുകയാണ് സത്യഭാമ. എൻ്റെ മകളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും, ഇവളിന് വേണ്ടാന്നും പറഞ്ഞ് കഴുത്തിലേക്ക് അമർത്തി പിടിക്കുകയാണ് വസുമതിയുടെ സത്യഭാമ. അന്നേരം വിഷ്ണുവും അർജുനുമൊക്കെ രണ്ടുപേരെയും പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. വസുമതിക്കാണെങ്കിൽ ആകെ അങ്ങ് ശ്വാസം മുട്ടുകയാണ്. പെട്ടെന്ന് ഇടയിലേക്ക് കയറി വന്ന് പ്രീതി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ആദ്യം അമ്മ എന്നെ കൊല്ല്. അന്നേരം വസുമതിയുടെ കഴുത്തിൽ നിന്നും പിടിവിടുകയാണ് സത്യഭാമ. പ്രീതിയുടെ ആ വാക്കുകൾ കേട്ട് സങ്കടത്തോടു കൂടി പ്രീതിയെയും കെട്ടിപ്പിടിച്ച് കരയുകയാണ് സത്യഭാമ. എന്നിട്ട് പറയുകയാണ്, കണ്ടോടി മാനം കെട്ടവളെ, നീ ഇപ്പോൾ പറഞ്ഞ് അപമാനിച്ചവളാണ് നിന്റെ ജീവന് വേണ്ടി എന്നോട് യാചിച്ചത്. ഇതാണ് തറവാടിത്തം എന്ന് പറയുന്നത്. എന്നിട്ട് അർജുനോട് പറയുകയാണ്, എൻ്റെ മകളെ കരിങ്കല്ല് കെട്ടി കടലിൽ താഴ്ത്തേണ്ടി വന്നാലും നിന്നോടൊപ്പം ഞാൻ അയക്കാൻ പോകുന്നില്ല, നീ ഇവളെ അങ്ങ് മറന്നേക്ക്. തുടർന്ന് അമ്മയെന്നൊക്കെ വിളിച്ച് പ്രീതി കരയുന്നുണ്ടെങ്കിലും അങ്ങോട്ട് അടങ്ങി നിൽക്കെന്നും പറഞ്ഞ് പ്രീതിയെ മാറ്റി നിർത്തുകയാണ് സത്യഭാമ. എന്നിട്ട് അർജുനോട് നിന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവളെ അടിച്ചു പുറത്താക്കുമെന്നും ഭാമ പറയുന്നു. തുടർന്ന് കഴുത്തൊക്കെ തടവിയിട്ട് വസുമതി പറയുകയാണ്, നിന്റെ മകളുടെ ചാരിത്രം തെളിയിക്കാനായിട്ട് ഇതൊന്നും പോരാതെ വരും സത്യഭാമേ. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നിനക്ക്. DNA ടെസ്റ്റ് നടത്തി റിപ്പോർട്ടുമായിട്ട് നീ വാ, അപ്പോൾ നോക്കാം ബാക്കി എന്നും പറഞ്ഞ് അർജുനെ ബലമായി പിടിച്ചുകൊണ്ട് അവിടെ നിന്നും വസുമതി പോകുന്നു. അന്നേരം കാര്യങ്ങൾക്കൊന്നും ഒരു തീരുമാനമായില്ല എന്ന് അറിയുമ്പോൾ ആകെ നിരാശരാകുകയാണ് ശാലിനിയും പ്രീതിയും വിഷ്ണുവും രാഘവൻ നായരുമൊക്കെ. എന്നാൽ ഈ കാഴ്ചകളും എല്ലാമൊക്കെ കണ്ട് രസിച്ചങ്ങനെ വാതിൽക്ക് തന്നെ സുസ്മിത നിൽപ്പുണ്ട്. അവരൊക്കെ പോയ ശേഷം ഇനിയുള്ളത് എൻ്റെ പെർഫോമൻസാണ്, ഒട്ടും കുറയ്ക്കണ്ട എന്നും പറഞ്ഞ് സുസ്മിത സത്യഭാമയുടെ അടുത്തേക്ക് ഇന്ന് ചോദിക്കുകയാണ്, ഇപ്പോൾ എന്തായി ആൻറ്റി, ഞാൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെ സംഭവിച്ചില്ലേ? എന്നിട്ട് ശാലിനിയെ പഴിചാരി പറയുകയാണ്, പ്രീതിയെ സ്വീകരിക്കാനായിട്ട് വസുമതി ആൻറ്റി
സമ്മതം പറഞ്ഞു എന്ന് ശാലിനി പറഞ്ഞപ്പോഴേ ഞാൻ സംശയം പറഞ്ഞതല്ലേ. ഒരു അവസരം കിട്ടിയാൽ ആൻറ്റിയുടെ തലയ്ക്കടിക്കാനായിട്ട് അവസരം നോക്കിയിരിക്കുന്നവരാണ് ആ വസുമതി ആൻറ്റിയും ശാലിനിയും തമ്മിൽ എന്താണ് സംസാരിച്ചത്, അവർ തങ്ങളിൽ എന്താണ് പരസ്പര ധാരണയെന്നും ഞങ്ങൾക്കറിയില്ലല്ലോ എന്നൊക്കെ സുസ്മിത പറയുകയാണ്. അന്നേരം ദേഷ്യത്തോടെ വീണ്ടും വിഷ്ണു, എന്താടി നീ പറഞ്ഞു വരുന്നത് എന്നും പറഞ്ഞ് സുസ്മിതയുടെ അടുത്തേക്ക് വരികയാണ്. അന്നേരം ഭാമ വിഷ്ണുവിനെ മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്, നീ അങ്ങോട്ട് മാറി നിൽക്ക്, അവൾക്ക് പറയാനുള്ളത് അവൾ പറയട്ടെ. എന്നിട്ട് സുസ്മിത ചെയ്ത കുറ്റമങ്ങ് ശാലിനിയുടെ തലയിൽ വെക്കുകയാണ്. അർജുൻ പ്രീതിയുടെ കാല് പിടിക്കണം എന്ന് ഭാമാൻറ്റി പറഞ്ഞതൊക്കെ വസുമതി ആൻറ്റിയുടെ ചെവിയിൽ ഓതി കൊടുക്കേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നോ? എല്ലാം ഒരു കോംപ്രമൈസിലങ്ങ് എത്തിച്ചാൽ പോരായിരുന്നോ? അന്നേരം ആകെ അങ്ങ് അന്തം വിടുകയാണ് ശാലിനി. തുടർന്ന് ശാലിനി ചെന്ന് ഭാമയുടെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, സത്യാമ്മ ഇവൾ പറയുന്നതെന്ന് വിശ്വസിക്കരുത്. ഇതിനിടയിൽ കളിച്ചത് ഇവളാണ് എന്ന് പറയുന്നതിന് മുമ്പേ ശാലിനിയെ കരണം നോക്കി അടിക്കുകയാണ് സത്യഭാമ. ഓർക്കാപ്പുറത്ത് ഭാമയുടെ കയ്യിൽ നിന്നും കിട്ടിയ അടിയിലങ്ങ് ആകെ ഷോക്കായി നിൽക്കുകയാണ് ശാലിനി. ഭാമയെന്ന് അന്നേരം രാഘവൻ നായരും അമ്മയെന്ന് വിഷ്ണുവും ഒക്കെ വിളിക്കുന്നുണ്ട്. അന്നേരം ശാലിനിയുടെ കൈക്ക് പിടിച്ചൊന്ന് കിഴുക്കിയിട്ട് സത്യഭാമ ചോദിക്കുകയാണ്, DNA ടെസ്റ്റ് എന്ന് വസുമതിയുടെ നാവിൽ നിന്നും വീണപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു. നീ പകരം വീട്ടിയതാണ് അല്ലേടി എന്നും പറഞ്ഞ് ശാലിനിയെ പിടിച്ച് കുലുക്കുകയാണ് സത്യഭാമ. അന്നേരം ഭാമ നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. അന്നേരം സത്യഭാമ പറയുകയാണ്, ഇവൾ ഗർഭിണിയാണെന്ന് എന്നോട് കള്ളം പറഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛൻ എൻ്റെ മകനാണോ അല്ലയോ എന്നറിയാനായിട്ട് DNA ടെസ്റ്റ് നടത്തണമെന്ന് ഞാൻ ഇവളോട് പറഞ്ഞില്ലേ. അതിന് പകരം വീട്ടിയതാണ് ഇവളിപ്പോൾ സമയം കിട്ടിയപ്പോൾ. അവസരം കിട്ടിയപ്പോൾ ഇത് എൻ്റെ മകളുടെ നേരെ പ്രയോഗിച്ചു. കുനിയുന്നതേ സത്യഭാമയുടെ തലയല്ലേ. അന്നേരം ആകെ അന്തം വിട്ട് വിഷമിച്ചങ്ങ് ശാലിനി നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിത ചിന്തിക്കുകയാണ്, ഈശ്വര, ഇതിപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും വമ്പൻ ട്വിസ്റ്റാണല്ലോ സംഭവിക്കുന്നത്. തുടർന്ന് പ്രീതിയുടെ കൈ പിടിച്ച് ഭാമ പറയുകയാണ്, പ്രീതി, നിന്നെ നാണം കെടുത്തുന്നതും നിന്നെ കണ്ണീരിലാഴ്ത്തുന്നതും ഒക്കെ ഇവളാണ്. ഇവൾ പകരം വീട്ടുകയാണ് ചെയ്യുന്നത്. നിന്നെയും അർജുനെയും തമ്മിൽ ഒന്നിപ്പിച്ചതും പിന്നെ നിന്റെ ഗർഭം ഒളിപ്പിച്ചു വച്ചതും ഒക്കെ ഇവൾ പ്രതികാരം ചെയ്യുകയാണ് എന്നൊക്കെ ശാലിനിക്കെതിരെ പ്രീതിയോട് സംസാരിക്കുകയാണ് സത്യഭാമ. എല്ലാത്തിനും കാരണം ഇവൾ ഒരുത്തി തന്നെയാണ് പ്രീതി. പിന്നെ നീ ഒരു കാര്യം ഓർത്തോ, നിന്റെ ഈ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് ആരുടെയും കാല് പിടിക്കാനായിട്ട് സത്യഭാമ പോകില്ല. അച്ഛനില്ലാതെ വളരാനാണ് അതിൻ്റെ വിധിയെങ്കിൽ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. അന്തസ്സായിട്ട് ആ കുഞ്ഞിനെ ഈ സത്യഭാമ വളർത്തുമെന്ന് പറയുമ്പോൾ കരഞ്ഞുകൊണ്ടങ്ങ് മുകളിലേക്ക് കയറി ഓടുകയാണ് പ്രീതി. അന്നേരം പ്രീതിന്ന് ശാലിനി പുറകെ വിളിക്കുന്നുണ്ട്. പക്ഷേ കരഞ്ഞുകൊണ്ട് പ്രീതി പോകുന്നത് കണ്ട് സത്യഭാമയുടെ ഉള്ള ഒരു നിമിഷം ഒന്ന് പിടയുന്നുണ്ട്. തുടർന്ന് കരഞ്ഞുകൊണ്ട് ശാലിനി, സത്യാമ്മയെ ഞാൻ പറയുന്നതെന്നും പറഞ്ഞ് വീണ്ടും കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങുമ്പോൾ കടന്നു പോടി എൻ്റെ മുമ്പിൽ നിന്നും പറഞ്ഞ് ശാലിനി അങ്ങ് ദൂരേക്ക് തള്ളുകയാണ് ഭാമ. ഇത് കണ്ട് സുസ്മിതയ്ക്ക് ആകെ അങ്ങ് സന്തോഷമാവുന്നുണ്ട്. വിഷമത്തോടെ അവിടെ തന്നെ രാഘവൻ നായരും വിഷ്ണുവും നിൽക്കുന്നു. അമ്മേ, അവളൊന്നും അറിഞ്ഞതല്ല എന്നും പറഞ്ഞ് ശാലിനിയെ ന്യായീകരിക്കാനായിട്ട് വിഷ്ണു ശ്രമിക്കുന്നെങ്കിലും നീ മിണ്ടരുത് എന്ന് പറഞ്ഞ് വിഷ്ണുവിനെയും അടക്കി നിർത്തുകയാണ് സത്യഭാമ. കുളം പിന്നെയും കലങ്ങി. ഇനി സുസ്മിതയ്ക്ക് കുറച്ച് മീൻ പിടിക്കാം. ആഹാ, എന്തൊരാശ്വാസം എന്നുള്ളൊരു സന്തോഷത്തിൽ അവിടെ ചിരിച്ചങ്ങനെ സുസ്മിത നിൽക്കുകയാണ്. അതേസമയം റൂമിൽ പോയിരുന്ന് പൊട്ടി കരയുകയാണ് പ്രീതി. ശാലിനിയാണെങ്കിൽ സിറ്റൗട്ടിൽ പോയിരുന്നും കരയുന്നു. വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ പുറകിൽ തന്നെ ശാലിനിയുടെ വിഷമം കാണാനാകാതെ നോക്കി അങ്ങനെ നിൽക്കുന്നു. തുടർന്ന് കാണിക്കുന്നത് ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലാണ്. അവിടെ ശാരദാമ്മയും ശ്യാമയും ചേർന്ന് എല്ലാവർക്കും ഊണ് വിളമ്പുന്നു, ക്യാഷ് വാങ്ങിക്കുന്നു. അങ്ങനെ അവിടെ ആകെ ഒരു ബഹളം. അതേസമയം അവിടേക്ക് ഓടി വരുന്ന ശാന്തയോട് ശാരദാമ്മ ചൂടാവുകയാണ്. ഇവിടെ തിരക്കാണെന്നറിയില്ലേ, നീ ഇത്ര താമസിച്ചത് എന്താണെന്നൊക്കെ. അന്നേരം അയൽക്കൂട്ടത്തിൽ ഞാൻ പോകുന്ന കാര്യം പറഞ്ഞില്ലേ എന്ന് ശാന്ത ചോദിക്കുന്നു. അന്നേരം കുറി ആർക്കാണ് വീണതെന്ന് ശാരദാമ്മ തിരക്കുന്നുണ്ട്. അന്നേരം കൗസല്യയ്ക്കാണ് എന്ന് ശാന്ത പറയുന്നു. അത് കേട്ട് വിഷമിച്ച് ശാരദാമ്മ പറയുകയാണ്, ഇത്തവണയും വീഴുമെന്നാണ് കരുതിയത്, പക്ഷേ കിട്ടിയില്ലല്ലോ. അന്നേരം ശാന്ത പറയുകയാണ്, കുറി വീണില്ലെങ്കിൽ എന്താ, ഇവിടുത്തെ കാര്യങ്ങളായിരുന്നു അവിടുത്തെ സംസാര വിഷയമൊക്കെ. അന്നേരം അതെന്താണെന്ന് ശാരദാമ്മ തിരക്കുന്നുണ്ട്. അത് ശാരദാമ്മയെ എല്ലാവരും ചോദിക്കുകയാണ്, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും മാസമായിട്ടും ശാലിനി മോൾക്ക് വിശേഷമൊന്നും ആയില്ലേ എന്ന്. എന്നോടായിരുന്നു എല്ലാവരുടെയും ചോദ്യം. ഞാൻ എന്തു പറയാനാണ് ശാരദാമ്മേ എന്നൊക്കെ ശാന്ത അങ്ങ് പറയുകയാണ്. അത് കേട്ട് ശാരദാമ്മയ്ക്ക് അങ്ങ് വിഷമമാവുകയാണ്. ആ സമയത്ത് തന്നെ ശാന്തേച്ചി ഒന്ന് സഹായിക്കെന്നും പറഞ്ഞ് ശ്യാമ ശാന്തയെ അങ്ങ് വിളിക്കുന്നുണ്ട്. അന്നേരം വിഷമത്തോടു കൂടി ക്യാഷ് കൗണ്ടറിലേക്ക് വന്നിരുന്ന ശേഷം ശാരദാമ്മ പറയുകയാണ്, ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം, ഇതൊക്കെ ഒരമ്മ അന്വേഷിക്കേണ്ടതല്ലേ. ജോത്സ്യനെ കണ്ട് ദാമ്പത്യബന്ധം തുടങ്ങാനുള്ള മുഹൂർത്തം എന്നാണെന്ന് കുറിച്ച് വാങ്ങിക്കണം എന്നൊക്കെ ശാരദാമ്മ ചിന്തിക്കുന്നുണ്ട്.
തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൻ്റെ ഉമ്മറത്ത് വിഷമിച്ചിരിക്കുന്ന പ്രീതിയെ ആശ്വസിപ്പിക്കാനായിട്ട് ചെല്ലുകയാണ് ശാലിനി. പ്രീതി എന്ത് പറഞ്ഞാണ് നിന്നെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം പ്രീതി പറയുകയാണ്, ആശ്വസിപ്പിക്കാൻ എന്താ, പ്രീതിയുടെ വിധി ഇങ്ങനെ ആയിപ്പോയി, അച്ഛനില്ലാതെ കുഞ്ഞിനെ വളർത്താനാണ് എൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞ് പ്രീതി അങ്ങ് സങ്കടപ്പെടുന്നു. അത്രയ്ക്ക് സുദീർഘമായിട്ട് എന്തിനാ ചിന്തിക്കുന്നത്, നെഗറ്റീവ് ചിന്തകളാണല്ലോ തലയിൽ മുഴുവൻ എന്നൊക്കെ ശാലിനി ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അവരുടെ അടുത്തേക്ക് വിഷ്ണുവും എത്തുന്നുണ്ട്. അന്നേരം പ്രീതി പറയുകയാണ്, അല്ലാതെ പിന്നെ എന്താണ് പറയുക, വസുമതി ആൻറ്റിക്ക് ഒന്നാമതേ അമ്മയോട് ദേഷ്യമാണ്. അമ്മയ്ക്ക് ദഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ട് പോയതും. പിന്നെ അമ്മ വസുമതി അമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ചെയ്തു. ഈ ജന്മം അവർക്കത് പരസ്പരം ക്ഷമിക്കാനാകുമോ എന്നൊക്കെ പ്രീതി ശാലിനിയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, പരസ്പരം പൊറുക്കാനും പറ്റാത്തതായി ഈ ലോകത്ത് ഒന്നുമില്ല പ്രീതി. അർജുനേട്ടൻ്റെ കുഞ്ഞാണ് പ്രീതിയുടെ വയറ്റിൽ വളരുന്നതെന്ന് നിഷേധിക്കാൻ പറ്റുമോ വസുമതി ആൻറ്റിക്ക് എന്ന് ശാലിനി ചോദിക്കുന്നു. അന്നേരം അതിലും സംശയം പറഞ്ഞില്ലേ എന്ന് പ്രീതി ചോദിക്കുകയാണ്. DNA ടെസ്റ്റ് നടത്താനായിട്ട് പറഞ്ഞിട്ടല്ലേ പോയതെന്നും പ്രീതി ചോദിക്കുന്നു. അന്നേരം ശാലിനി പറയുകയാണ്, ശരി, DNA ടെസ്റ്റ് എങ്കിൽ DNA ടെസ്റ്റ് അത് നടന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. അതിലിപ്പോൾ എന്താ തെളിയുന്നത്, കുഞ്ഞ് അർജുനേട്ടൻ്റെ തന്നെയാണെന്നല്ലേ. അപ്പോൾ പിന്നെ ഈ ലോകത്ത് ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ ഇവർ തമ്മിൽ ഒന്നിക്കുന്നതിന് എന്നൊക്കെ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നുണ്ട് ശാലിനി. DNA ടെസ്റ്റ് കൂടുതൽ ബലമായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, പക്ഷേ അമ്മ അത് അംഗീകരിക്കില്ല ശാലിനി, അമ്മയ്ക്കതൊരു അപമാനമായിട്ടാണ് തോന്നുന്നത്. അന്നേരം ശാലിനി പറയുകയാണ്, അത് വസുമതി ആൻറ്റി പ്രസൻറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ഭാവം വെച്ചിട്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞ രീതിയിൽ വിഷ്ണുവേട്ടനൊന്ന് ചിന്തിച്ച് നോക്കിയേ. അന്നേരം പരിശോധനയുടെ കാര്യമല്ല, പേടിയിലല്ല എന്ന് വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, പിന്നെ DNA ടെസ്റ്റ് നമ്മൾ നടത്താതിരുന്നാൽ അതിലെന്തോ കുഴപ്പമുണ്ടെന്നല്ലേ വസുമതി ആൻറ്റി കരുതുക. പിന്നെ പ്രീതിയെ വീട്ടിൽ കയറ്റാനായിട്ട് അവർ സമ്മതിക്കത്തുമില്ല. അപ്പോൾ പിന്നെ കുഞ്ഞ് അർജുനേട്ടൻ്റേതല്ലെന്നേ അവർ പറയൂ. അർജുനേട്ടനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാനും അവർക്ക് സാധിക്കും. അതൊക്കെ കേൾക്കുമ്പോൾ പ്രീതിക്ക് ആകെ അങ്ങ് പേടിയാവുന്നുണ്ട്. പിന്നെ അർജുനേട്ടനും പ്രീതിയും തമ്മിൽ ഒന്നിക്കാതിരിക്കാനുള്ള വഴി നമ്മൾ തന്നെയായിരിക്കും ഇട്ട് കൊടുക്കുക എന്നൊക്കെ ശാലിനി പറയുകയാണ്. അന്നേരം ശാലിനി പറഞ്ഞതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് വിഷ്ണു. അതേസമയം അകത്ത് വിഷമിച്ചിരിക്കുന്ന സത്യഭാമയ്ക്കും രാഘവൻ നായർക്കും ചായ കൊണ്ടുവരികയാണ് പൊന്നി. രാഘവൻ നായർ അത് വാങ്ങുന്നുണ്ട്. സത്യഭാമ തല കുനിച്ചങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ്. തുടർന്ന് പൊന്നി സത്യാമ്മയെന്ന് വിളിക്കുമ്പോൾ ശല്യം ചെയ്യണ്ട, അതവിടെ വച്ചേക്കെന്നും പറഞ്ഞ് രാഘവൻ നായർ പൊന്നിയെ പറഞ്ഞു വിടുന്നുണ്ട്. തുടർന്ന് പുറത്ത് ശാലിനി പറയുകയാണ്, ഇനി നമ്മൾ ഇത് തന്നെ തീരുമാനിക്കുക. നമ്മൾ ഒന്നുകൂടി വസുമതി ആൻറ്റിയെ കാണുന്നു, DNA ടെസ്റ്റിന് സമ്മതമാണെന്ന് നമ്മൾ അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ ശാലിനി അമ്മ എന്നും വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, വസുമതി ആൻറ്റിയുടെ ഡിമാൻഡ് നമ്മൾ അംഗീകരിക്കുന്നു എന്ന് സത്യാമ്മ അറിയണ്ട, നമ്മൾ അറിയിക്കാനും പോകുന്നില്ല. അതൊക്കെ ശരി തന്നെ, പക്ഷേ അമ്മ അറിയാതെ എങ്ങനെയാണെന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, വസുമതി ആൻറ്റിയെ കാണാനായിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു. അവിടെ വെച്ചുണ്ടാകുന്ന ധാരണകൾ നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ. പക്ഷേ അതിനു മുമ്പ് വസുമതി ആൻറ്റിയുമായിട്ട് സംസാരിക്കാനുള്ള അനുവാദം സത്യാമ്മയിൽ നിന്ന് നമ്മൾ വാങ്ങണം. അന്നേരം അമ്മയുടെ മനസ്സൊന്ന് തണുത്തിട്ട് സംസാരിച്ചാൽ മതിയെന്ന് വിഷ്ണു പറയുകയാണ്. പക്ഷേ ശാലിനി പറയുകയാണ്, അത് പറ്റില്ല വിഷ്ണുവേട്ടാ, ഇപ്പോൾ തന്നെ സംസാരിക്കണം. അതൊക്കെ കേൾക്കുമ്പോൾ പ്രീതിക്ക് ചെറിയൊരു ഭയം തോന്നുന്നുണ്ട്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.